35ാമത് റവന്യൂ ജില്ലാ കലോത്സവം സമാപനത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മി സേക്രഡ് ഹാർട്ട് സ്കൂള് മുതലക്കൂടത്തെ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പം നാടോടി നൃത്തത്തിന് ഹൈസ്കൂൾ വിഭാഗത്തിലാണ് കുട്ടി ഫസ്റ്റ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. അപ്പം ശ്രീലക്ഷ്മിയുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അധ്യാപികയുണ്ട്, അധ്യാപികയുടെ അമ്മ മേക്കപ്പ് ചെയ്ത് കൊടുത്ത അമ്മയുണ്ട്. അപ്പോൾ അവരുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം. ആദ്യമായിട്ടാണോ ശ്രീലക്ഷ്മി മത്സരത്തിൽ പങ്കെടുക്കുന്നത്? അല്ല, ഞാൻ ആദ്യമായിട്ടല്ല മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ആദ്യമായിട്ടാണ് സംസ്ഥാനത്തേക്ക് പോകുന്നത്. ഞാൻ കുറേ വർഷമായി മത്സരത്തിൽ പങ്കെടുക്കുന്നു. പിന്നെ ഭയങ്കര സന്തോഷമുണ്ട് കിട്ടിയില്ല. സംസ്ഥാനത്തോട് പോകുമ്പോൾ ഒരു ആദ്യമായിട്ട് പോകുന്നതിൻ്റെ ഒരു ആഗ്രഹം എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പീരിയൻസിന്റെ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ട്. ആരാ പഠിപ്പിച്ചേ? പ്രവിത ടീച്ചറാണ്, കലാമണ്ഡലം പ്രവിത ടീച്ചർ. ടീച്ചറിൻ്റെ അമ്മയുടെ ഒറ്റ കഴിവാണ് എനിക്ക് കിട്ടിയത്. പിന്നെ എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത അച്ഛൻ, അമ്മ, എൻ്റെ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് സുനി ടീച്ചർ, അങ്ങനെ കുറേ പേര് എൻ്റെ പുറകിൽ കുറേ ഹാർഡ് വർക്ക് ചെയ്തു. ഇതിലുപരി ടീച്ചർ രാവും പകലും ഇല്ലാണ്ട് കഷ്ടപ്പെട്ടാണ് ഞങ്ങളെല്ലാവരും പഠിപ്പിച്ചത്. അപ്പോൾ നമുക്ക് ശ്രീലക്ഷ്മിയെ ഈ ഫസ്റ്റ് പ്രൈസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സഹായിച്ച നമ്മുടെ ടീച്ചറിനും അതിൻ്റെ വിശേഷങ്ങളൊന്ന് ചോദിച്ചറിയാം. ശ്രീലക്ഷ്മി ഇത്ര എടുക്കാൻ വേണ്ടി എത്ര പ്രാക്ടീസുകളൊക്കെ ചെയ്ത് നൽകി വന്നു? അവൾ നല്ല കഴിവുള്ള കുട്ടിയാണ്. അപ്പോൾ അവൾക്ക് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് തിരുത്തി എന്നാൽ പറ്റുന്ന ഹെൽപ്പ് ഞാൻ അവൾക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാനത്തേക്ക് നമ്മൾ കുട്ടികളെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. അപ്പോൾ അവൾ ആദ്യമായിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, കുട്ടിയൊന്ന് കയറിപ്പോകണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അവളെ ഹെൽപ്പ് ചെയ്തു. എനിക്ക് എൻ്റെ കയ്യിലുള്ള കല ഞാൻ അവൾക്ക് നല്ല രീതിയിൽ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എത്ര വർഷമായി ഇങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് ടീച്ചർ വന്നിട്ട്? ഞാനിപ്പോൾ 7 വർഷമായിട്ടുണ്ടാവും. ഞാൻ കലാമണ്ഡലത്തിൽ നിന്ന് PG കഴിഞ്ഞിറങ്ങി. ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്നു. എത്ര കുട്ടികളുണ്ട് ഇപ്പോൾ മൊത്തം? ഇപ്പോൾ ഒരു 50-ൽ കൂടുതൽ കുട്ടികളുണ്ട്. അല്ലാതെ പഠിക്കാൻ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ നങ്ങ്യാർകൂത്താണ് മെയിനായിട്ട്. അല്ലാതെയും ഐറ്റങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. കൂടിയായിട്ടാണ് പഠിച്ചിറങ്ങിയത് കലാമണ്ഡലത്തിൽ നിന്ന്. അമ്മയാണ് കോസ്റ്റ്യൂമൊക്കെ ചെയ്തു തരാറ്. സന്തോഷം, ഒരുപാട് സന്തോഷം. ഒരു നങ്ങ്യാർകൂത്തിൻ്റെ കുട്ടി കൂടി ഉണ്ടായിരുന്നു. അവർക്കും സംസ്ഥാനത്തേക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇരട്ടി സന്തോഷം തന്നതിന് ദൈവത്തോട് നന്ദി പറയണു. അപ്പം സംസ്ഥാന കലോത്സവത്തിൽ ശ്രീലക്ഷ്മിക്ക് 1ാം സ്ഥാനം ലഭിക്കട്ടെ. അതോടൊപ്പം ഇടുക്കിയുടെ SS നിലനിർത്തട്ടെ എന്ന് ആശംസിക്കുന്നു.